ആ, ലോകം മുഴുവൻ ഏതൊക്കെ മിസൈൽ വന്നാലും ഒട്ടും തകരാതെ ഇരിക്കും. ഇസ്രയേലിന് ഒരു പോറല് പോലും ഏൽപ്പിക്കാൻ കഴിയില്ല എന്ന് കരുതിയിരുന്നതാണ് അയൺ ഡോം. പക്ഷേ അതും ഇറാൻ തകർത്തു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. ഇസ്രയേലിന്റെ അയൺ ഡോം തകർത്ത് ഇറാന്റെ മിസൈൽ ഇസ്രയേലിനകത്തേക്ക് ചെന്നിരിക്കുന്നു എന്നുള്ള വാർത്ത. അപ്പോൾ ഇസ്രയേലിന്റെ അയൺ ഡോം തകർന്നു എന്ന് പറയുമ്പോൾ ലോകത്തുള്ള വലിയൊരു പ്രതിരോധ സംവിധാനം കൂടി തകർന്നു എന്നതാണ് സൂചന. അപ്പോൾ ഇത്തരത്തിൽ അയൺ ഡോം തകർന്നു അല്ലെങ്കിൽ ഇറാൻ അത് തകർത്തു എന്ന തരത്തിൽ പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണോ? അങ്ങനെയെങ്കിൽ ഇസ്രയേലിന് ഏത് രീതിയിൽ പ്രതിരോധിക്കും? അയൺ ഡോം സംവിധാനം തകർന്നുകൊണ്ടാണല്ലോ ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ അവിടെ വീഴുന്നത്. അതിനകത്ത് 100 എണ്ണം വിടുമ്പോൾ 2 എണ്ണമോ 3 എണ്ണമോ വീഴുന്നുള്ളൂ എന്ന് പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. കാരണം 2 എണ്ണം 3 എണ്ണം വീണാലും ആ പ്രദേശത്തുണ്ടാക്കുന്ന നാശനഷ്ടവും ആളപായവും അല്ലെങ്കിൽ കോസ്റ്റ്ലി ആയിട്ടുള്ള കെട്ടിടങ്ങളും മറ്റും മറിച്ചതിനും ഒക്കെ നാശനഷ്ടം സംഭവിക്കുന്നു. അപ്പൊ ഇതിനകത്ത് അവർ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന അയൺ ഡോം സംവിധാനമായിരുന്നു ലോകത്ത് നമ്മളെല്ലാം വളരെ കൗതുകത്തോടു കൂടി കണ്ടിരുന്ന. കാരണം മിസൈൽ വന്നാൽ ഉടനെ സ്വന്തമായിട്ട് ഡിക്റ്റേറ്റ് ചെയ്ത് നിരത്തിടുന്ന സംവിധാനം. അപ്പൊ ഈ സംവിധാനമൊക്കെ ഇതിനെക്കാട്ടി വലിയ വലിപ്പത്തിൽ ഉണ്ട് നമ്മുടെ കയ്യിലെന്നുള്ള കാര്യവും നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഇന്ത്യയെ പുച്ഛിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ബോധ്യം വന്നത് സിന്ധൂറിന് ശേഷം. അതാണ് ഏറ്റവും നല്ല സംവിധാനത്തിലേക്ക് ഇരിക്കുന്നത്. എന്നിട്ട് ഇസ്രായേലും നമ്മളുമായിട്ട് യോജിച്ചും ചില പ്രതിരോധ സംവിധാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അതിനകത്ത് അതൊന്നും മോശമല്ല. ഇപ്പൊ ഇസ്രായേൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന താഡ് സംവിധാനവും അല്ലെങ്കിൽ അയൺ ഡോം സംവിധാനവും ആരോ 1, ആരോ 2, ആരോ 3 സംവിധാനവും ഒക്കെയാണ് പ്രധാനമായിട്ട് ഉപയോഗിച്ചത്. കാരണം ഇത് ബാലിസ്റ്റിക് മിസൈലുകളെ വരെ തടുക്കാൻ പ്രാപ്തമായിട്ടുള്ളതാണെന്ന് കണ്ട്, അല്ലെങ്കിൽ വളരെ ദൂരത്തിൽ നിന്ന് ഡിറ്റക്ട് ചെയ്യുമെന്ന് കണ്ട്, അല്ലാതെ 100% ഇതിന്റെ ആക്യുറസി എന്ന് കണ്ട് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിനെ മറികടന്ന് മിസൈലുകൾ വീഴുന്നു. അപ്പൊ പറയുന്നത് അമേരിക്ക പറയുന്നത് ബാലിസ്റ്റിക് മിസൈൽ അല്ലെങ്കിൽ സൂപ്പർസോണിക് ഹൈപ്പർസോണിക് മിസൈലും ഒക്കെയാ വരുന്നത്. ഈ സൂപ്പർസോണിക് ഹൈപ്പർസോണിക് മിസൈലും ഒന്നും ഇറാന്റെ കയ്യിൽ ഇല്ല, അല്ലെങ്കിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതുവരെ അവര് വെളിവിട്ടിട്ടുമില്ല. അവരുടെ ചില ഏറ്റവും ആധുനികമായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈൽ അവർ കുറെ നാൾ മുമ്പ്, ഒരു കൊല്ലം മുമ്പ് ഡെവലപ്പ് ചെയ്തു. അത് അത്ര മോശമൊന്നുമല്ല. അത് അവര് പറയുകയും ചെയ്തു. അത് ഇവരെ വിക്ഷേപിക്കുന്നു എന്നുള്ളതാണ് പറയാൻ സാധിക്കുന്നത്. പിന്നെ ഈ അയൺ ഡോം സംവിധാനത്തെ തകർക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഒരുപക്ഷെ 20, 30, 40 അല്ലെങ്കിൽ ഈ കൂടുതലായിട്ട് അവര് ഡ്രോണുകൾ 100 കണക്കിനും 1000 കണക്കിനും അല്ലെങ്കിൽ എണ്ണം കൂട്ടി വിടുകയും മിസൈലുകൾ ഒന്നിച്ചു വിടുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മുടെ ഇവിടോട്ട് വിട്ടതും അങ്ങനെ തന്നെയല്ലേ? ആയിരക്കണക്കിന് മിസൈലാ വന്നേ. അത് ഈ ഹമാസ് ഇസ്രായേൽ കാണിക്കുന്ന പരിപാടി, ഒരുപക്ഷെ ഇറാൻ ഇസ്രായേൽ കാണിക്കുന്ന പരിപാടി, അതുപോലെ തന്നെയല്ലേ ഇവിടെ മിസൈൽ വന്നേ. അതുപോലെ തന്നെയല്ലേ ഇവിടെ ഫൈറ്റർ ജെറ്റുകൾ വന്നത്. അതുപോലെ തന്നെയല്ലേ ഇവിടെ ഡ്രോണുകൾ വന്നേ. നമ്മുടെ പ്രതിരോധ സംവിധാനം ഇതിനെയെല്ലാം തകർത്ത് കളഞ്ഞില്ലേ? അപ്പം അമേരിക്ക കൊടുത്തിരിക്കുന്ന താടിനും അമേരിക്കയെ വിശ്വസിച്ച് വെച്ചിരിക്കുന്ന ആരോ 1, ആരോ 2, ആരോ 3ക്കും ഒരുപക്ഷെ അയൺ ഡോമിനെക്കാട്ടിൽ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് കണ്ടപ്പോൾ ഇപ്പൊ ഏറ്റവും അവസാനം വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഈ പ്രതിരോധ സംവിധാനത്തെ, അമേരിക്ക വിശ്വസിപ്പിച്ചിരുന്ന പ്രതിരോധ സംവിധാനത്തെ അതിജീവിച്ച് ഇറാന്റെ മിസൈലുകൾ അവിടെ പതിക്കുന്നതിന്റെ ഭാഗമായിട്ട് വളരെ വലിയ നാശനഷ്ടം ഇസ്രയേലിന് ഉണ്ടാകുന്നു. അതായത് പ്രതിരോധ സംവിധാനത്തെ ഇറാൻ കത്തിച്ചു. അല്ലെങ്കിൽ ഇന്നലെ വരുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ 20% സുഷിരം വീണിരിക്കുന്നു അയൺ ഡോം. സുഷിരം എന്ന് പറഞ്ഞാൽ 100 എണ്ണത്തിന് മിസൈൽ വരുമ്പോൾ 20 മിസൈൽ അകത്ത് വീഴും. ഈ പറയുന്ന ഒരു നല്ലൊരു ബാലിസ്റ്റിക് മിസൈൽ, ബ്രഹ്മോസിന്റെ കൂട്ടുള്ള 4 ബാലിസ്റ്റിക് മിസൈൽ വീണാൽ തീരുന്ന അത്രയ്ക്ക് വലിപ്പത്തിലുള്ള രാജ്യവും ആൾക്കാരും ഒക്കെ ഉള്ളൂ ഇസ്രായേൽ. അപ്പൊ ഇസ്രായേൽ ഭയക്കണം. ഇസ്രായേലിനെ കത്തിച്ചുകൊണ്ടിരിക്കുക ഇറാൻ. പക്ഷെ അവരത് അതിജീവിക്കും എന്നുള്ള കാര്യത്തിനകത്തും, അല്ലെങ്കിൽ അതിനെ തടയിടുന്നതിന് വേണ്ടി സംവിധാനം നിമിഷ നേരം കൊണ്ടും അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ടും ചിന്തിച്ചു എടുത്ത് അല്ലെങ്കിൽ തീരുമാനമെടുത്ത് യുദ്ധം ചെയ്ത് കാണിച്ചിട്ടുള്ള ഒരു രാജ്യമായതുകൊണ്ട് നമുക്ക്, അല്ലെങ്കിൽ അവർക്ക് പരാജയപ്പെടാൻ മനസ്സില്ലാത്തതുകൊണ്ടും, പരാജയപ്പെട്ടാൽ പിന്നെ അവർ ഭൂമുഖത്ത് ഉണ്ടാവത്തില്ല എന്നുള്ളത് കൊണ്ടും അവരിനി അതിജീവിക്കും. പക്ഷെ അമേരിക്ക ചതിച്ചോ? നമ്മൾ ഇനിയും വീണ്ടും ചർച്ചയാവാൻ പോവാ. ഈ യുദ്ധത്തിന് ശേഷം, ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം, അതിനു മുമ്പേ ചർച്ച, അല്ലെങ്കിൽ അയൺ ഡോമിനും അല്ലെങ്കിൽ താഡിനും ഒക്കെ കുഴപ്പം പറ്റിയോ എന്നുള്ള രീതിയിലേക്കുള്ള ചർച്ച സജീവമാകാൻ പോവുകയാണ്. കാരണം അമേരിക്കയുടെ പ്രതിരോധ സംവിധാനവും ഈ പറയുന്നത് പോലെ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിന്റെ അത്രയും വലിപ്പത്തിൽ വരുന്നുണ്ടോ എന്നുള്ള രീതിയിലേക്ക് വരും. കാരണം ഇന്ത്യയിലേക്ക് പ്രയോഗിച്ച മിസൈലുകളും ഏറ്റവും അവസാനം ആണവ പോർമുഖം ഉള്ള ബാലിസ്റ്റിക് മിസൈല്, അല്ലെങ്കിൽ വളരെ വലിയ സൂപ്പർസോണിക് മിസൈൽ എന്ന് പറഞ്ഞിട്ട് വിട്ട മിസൈൽ വരെ നമ്മൾ തടുത്തു. അല്ലെങ്കിൽ ചൈനക്കാരന്റെ ഏറ്റവും PL-15 ആണെന്ന് തോന്നുന്നു, നമ്പർ തെറ്റാ, ആ മിസൈൽ നമ്മൾ ജീവനോടെ പിടിച്ചു. അങ്ങനെ ഈ രീതിയിലേക്കുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഇതിനകത്ത് ഈ പ്രധാനപ്പെട്ട യുദ്ധം
ഒന്ന്, ഒരു രാജ്യത്തിന് നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു യുദ്ധം ഇസ്രായേൽ ഇറാനുമായിട്ട് ചെയ്യുന്നു. ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിനെ തീർക്കാൻ ചെയ്യുന്നു. അപ്പൊ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിനെ തീർക്കാൻ ചെയ്യുമ്പോൾ ആ തീർക്കാതിരിക്കുന്നതിന് വേണ്ടി അവർ സുരക്ഷിതമാണെന്ന് കണ്ട് അമേരിക്കയെ വിശ്വസിച്ച് അമേരിക്കയുടെ ഭാഗമായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് അത് ബാലിസ്റ്റിക് മിസൈലിനെ തടുക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ ബാലിസ്റ്റിക് മിസൈലുകൾ അവിടെ അതിനെ അതിജീവിച്ച് പതിക്കുന്ന ഒരവസ്ഥ വന്നാൽ ആ രാജ്യം ഇല്ലാതെയാകുന്ന ഒരു രീതിയിലേക്ക് പോകും. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്ക ചതിച്ചോ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഈ പറയുന്നത് പോലെ പറയുന്നതിന്റെ അത്രയും പ്രതിരോധ സംവിധാനങ്ങൾ ഉരുത്തിരിക്കാൻ പ്രാപ്തമായിട്ടുള്ള സംവിധാനങ്ങൾ അവരുടെ കയ്യിൽ ഇല്ല എന്ന് സമ്മതിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. ഏതായാലും യുദ്ധത്തിൽ രണ്ട് രാജ്യങ്ങൾക്കും വളരെ കൂടുതലായിട്ട് വലിപ്പത്തിൽ കുഴപ്പങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ട് ഭാഗത്തും നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇവിടെ ഞാൻ ഈ പ്രതിരോധ സംവിധാനത്തെ പറ്റി പറയുമ്പോൾ ഇവിടെ ഏതാണ്ട് 80% പ്രതിരോധ സംവിധാനം ഉണ്ട്. പക്ഷേ ഇറാന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ പ്രതിരോധ സംവിധാനം മൊത്തവും ആദ്യമേ തകർത്തു. അവർക്കിപ്പോ പ്രതിരോധ സംവിധാനമേ ഇല്ല. ഇല്ല പണ്ട് ഒരു കഥ പറഞ്ഞുതരാം. ഒരു കഥ എന്ന് പറഞ്ഞാല് ഇച്ചിരി ഇതാ, രണ്ട് ഈ ശരീരം വിറ്റ് താമസിക്കുന്ന രണ്ട് സ്ത്രീകളുണ്ടായിരുന്നു റോഡിന്റെ അപ്പുറത്തും ഇപ്പുറത്തും. അപ്പൊ അപ്പുറത്ത് കുറെ മാന്യമായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു ഇടവും ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് ഒരു വീട്ടിൽ രാത്രി കതക് തുറക്കുന്നു അടയ്ക്കുന്നു, കതക് തുറക്കുന്നു അടയ്ക്കുന്നു. അപ്പൊ കതക് തുറക്കുന്നു അടയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് അവരെ തേടി വരുന്ന ആണുങ്ങളുടെ എണ്ണം അപ്പുറത്ത് നിന്ന് എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ മറ്റേ വീട്ടിൽ യാതൊരു കുഴപ്പമില്ല. അപ്പൊ ഈ അയൽവക്കക്കാരൻ തീരുമാനിച്ചു, ഇതാണ്ട് അപ്പുറത്തെ വീട്ടിലെ സരള വലിയ കുഴപ്പം, എത്ര വട്ടം രാവിലെ കതക് തുറക്കുകയും ചെയ്താണ്ട് ഇവര് ആ ശരീരം വിറ്റ് ജീവിക്കുന്ന സ്ത്രീയാണ് ഇപ്പോഴത്തെ സരസ്വതി എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ പരിശോധിച്ചപ്പം അവരുടെ വീട്ടിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താണെന്നറിയോ? സരള കതകടയ്ക്കുന്നുണ്ടായിരുന്നു, സരസ്വതി കതകടയ്ക്കുന്നേ ഇല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് സരസ്വതിയുടെ വീട്ടിൽ ആള് വരുന്നതിന്റെ സൗണ്ട് കേട്ടില്ല, സരളയുടെ വീട്ടിൽ കേട്ടു. അപ്പൊ ഇവിടെ ഞാൻ ഈ പറഞ്ഞു വന്നത്, ഇറാൻ ഈ കംപ്ലൈന്റ് പറയാൻ ആരോടും ഇല്ല. ഇറാന്റെ പ്രതിരോധ സംവിധാനമേ പോയി, ആർക്കും കയറി ഇറങ്ങി ബോംബിട്ടു പോവാം. അതേ രീതിയിൽ ആക്കി ഇസ്രായേൽ. മറ്റേടത്ത് അങ്ങനെ ഒക്കുന്നില്ല. അതിന്റെ ഇടയ്ക്കൂടെ ഇവന്മാർ കൊണ്ടിടുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ പ്രതിരോധ സംവിധാനത്തെ കുറ്റം പറയുമ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അവസ്ഥ. ഏതായാലും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ലോകം ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. അത് ഏത് രീതിയിൽ പര്യവസാനിക്കും എന്നുള്ളതിനെ പറ്റി നമ്മൾക്കറിയത്തില്ല. കാരണം ഏതായാലും എണ്ണപ്പാടങ്ങളും ഇതുപോലെ ആണവ കേന്ദ്രങ്ങളും ഒക്കെ തകർക്കുമ്പോൾ ഒരുപക്ഷെ ഇറാൻ തകരുന്നു എന്ന് വിചാരിച്ച് നമുക്ക് ആശ്വസിക്കാൻ പറ്റത്തില്ല. റേഡിയോളജി സംവിധാനങ്ങളും അല്ലെങ്കിൽ അത്തരത്തിൽ റേഡിയോളജി സിസ്റ്റം ഒക്കെ വിസരണവും അതുമൊക്കെ അവിടെ നിന്ന് ലോകത്തുടനീളം വ്യാപിക്കാൻ, ലോകത്തെ ഒക്കെ ഇല്ലായ്മ ചെയ്യുന്നതിനും ഒക്കെ ആയിട്ട് പോകും. മാത്രമല്ല അവിടുത്തെ സാധാരണക്കാരനും കുട്ടികളും ഒക്കെ. ഇപ്പൊ യുദ്ധം എത്രയും പെട്ടെന്ന് പര്യവസാനിച്ച് തീരട്ടെ എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് രണ്ട് രാജ്യങ്ങളും അത് നിർത്തുന്നതിന് വേണ്ടിയുള്ള അവസ്ഥയിലേക്കും ഒക്കെ പോകുന്നതാവും നന്നാവുക. ഏതായാലും അയൺ ഡോം കത്തിച്ച് ഇറാൻ ഉള്ള രീതിയിൽ നമ്മൾക്ക് ആലോചിക്കേണ്ടി വരും. അല്ലെങ്കിൽ അമേരിക്ക ഇസ്രായേലിനെ ചതിച്ചോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടി വരും. ഏതായാലും ആരോ 1, ആരോ 2, ആരോ 3യും താഡ് സംവിധാനവും ഒക്കെ പൂർണ്ണ വിജയത്തിലല്ല എന്നുള്ളതിന് തെളിവാണ് ഇറാന് ഇസ്രായേൽ കയറി അടിക്കാൻ പറ്റുന്നത് എന്ന് നമുക്ക് വിചാരിക്കേണ്ടി വരും. അതാണ്, എത്തരത്തിലൊക്കെ ഇസ്രയേൽ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടും അയൺ ഡോം ഉൾപ്പെടെ തകരുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത്രയും സുരക്ഷിതത്വമേ ഇസ്രയേൽ ഒരുക്കിയിട്ടുള്ളൂ എന്ന് പോലും കേൾക്കുന്നവർക്ക് സംശയം തോന്നിയേക്കാം. അത്തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്തായാലും ഇറാനിൽ നിന്നുള്ള വലിയൊരു ആക്രമണം ഇസ്രയേൽ നേരിട്ടിട്ടുണ്ട് എന്നുള്ള വാർത്ത പൂർണ്ണമായും സത്യമാണ്, വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സാർ.